ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പ്രധാനമായിട്ടും വരുന്ന സംശയങ്ങളാണ് ഏത് കമ്പനിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ളത് ഏതിനാണ്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ ചിലവർക്ക് എല്ലാം നോക്കിയെടുത്താൽ പോലും അത് റിജക്ഷൻ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇതെല്ലാം വെറുതെയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പറ്റിക്കലാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പോളിസി എടുക്കുമ്പോൾ പ്രധാനമായും എപ്പോഴും നമ്മൾ എന്താണെന്നുള്ളത് ആ എടുക്കുന്ന ആളോട് നമ്മൾ വ്യക്തമായിട്ട് പറയണം. ഇൻഷുറൻസ് കമ്പനികൾക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ അവർക്ക് നമുക്ക് പറ്റുന്ന ഒരു പോളിസി നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ നമ്മൾ ട്രാൻസ്പെറന്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനകത്ത് ഹൈഡ് ചെയ്തിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് വരുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് നേരിടേണ്ടി വരും. പിന്നെ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രൊപ്പോസൽ ഫോം ജനറേറ്റ് ചെയ്ത് ആദ്യം നമുക്ക് തരുന്നുണ്ട്. അതിലും നമ്മൾ നോക്കുക, നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് മെൻഷൻ ചെയ്യണം. അത് ഈ പ്രൊപ്പോസൽ ഫോമിൽ ഉണ്ടോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിന് ശേഷം മാത്രമേ അതൊരു പോളിസി ഇഷ്യൂ ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം അണ്ടർ റൈറ്റർ അടുത്ത് പോയതിന് ശേഷം ആ ഒരു മെഡിക്കൽ ടീം ഉണ്ട് എല്ലാ കമ്പനികൾക്കും. അവർ അത് ആലോചിച്ചതിന് ശേഷമാണ് നമുക്കിത് ഇഷ്യൂ ആവുമോ ഇല്ലയോ എന്ന് വരെ തീരുമാനിക്കുന്നത്.